ബിഗ് ബോസ് താരം നോറയെ വിമർശിച്ച കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണയ്ക്ക് മറുപടിയുമായി സിജോ ജോൺ. വിവാഹ പിറ്റേന്ന് തന്നെ ഭാര്യയുമായി വന്നിരുന്ന മറുപടി പറയുന്നത് ദിയയുടെ കമന്റ് നോറയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണെന്ന് സിജോ പറയുന്നു. നോറ വിവാഹ ദിവസം മുഖത്ത് കേക്ക് തേച്ചതിൽ തനിക്ക് വിഷമമില്ലെന്നും താൻ നോറയുടെ പിറന്നാളിന് അവരുടെ മുഖത്ത് കേക്ക് തേച്ചതിന്റെ പ്രതികാരമായിരുന്നു അതെന്നും സിജോ പറയുന്നു. ദിയ കൃഷ്ണയെ പോലുള്ള പ്രശസ്തിയുള്ള ആളുകളോ നെപ്പോക്കിഡോ വീട്ടിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉള്ളവരോ ഒന്നുമല്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ ആരും അറിയണമെന്നില്ല. പക്ഷെ തന്റെ ഭർത്താവിന്റെ മുഖത്താണ് ഒരാൾ കേക്ക് തേച്ചതെങ്കിൽ അയാൾ പിന്നെ ഉണ്ടാകില്ല എന്നൊക്കെ മാസ് ഡയലോഗ് പറയുന്നതിന് മുൻപൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നും സിജോ പറയുന്നു. നോറ കേക്ക് തേച്ചതിൽ തനിക്ക് പരാതിയൊന്നുമില്ല എന്ന് സിജോയുടെ ഭാര്യ ലിനുവും പറയുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നോറ കല്യാണത്തിന് വരികയും ആ റിസപ്ഷൻ്റെ ഇടയിൽ എൻ്റെ മുഖത്തും ഇട്ടിരുന്ന സ്യൂട്ടിലും ഒക്കെ കേക്ക് തേക്കുകയും ചെയ്തു. ഈ വിഷയം ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമാണ്. കാരണം നമുക്കിടയിൽ ഒതുങ്ങി നിന്നൊരു സംഭവം അത് ആൾക്കാർ കണ്ടു. ആളുകളുടെ അഭിപ്രായം നമ്മൾ മാനിക്കണം. ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനിടയിലേക്ക് പുതിയ ഒരാൾ കൂടെ കടന്നു വന്നു. ആ അതിഥിക്ക് നമ്മൾ ആരെയും അറിയില്ല. അത് പ്രശ്നമില്ല. കാരണം നമ്മൾ ആരും അത്ര പ്രശസ്തരൊന്നുമല്ല. ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഒരാൾ വലിയൊരു പ്രശസ്തനാകും എന്നില്ലല്ലോ. പക്ഷേ നമുക്ക് അവരെ അറിയാം. അവരുടെ പേര് ദിയ കൃഷ്ണ. അവർ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം അവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ്. അവർ ഒരിക്കലും നെപ്പോക്കിഡല്ല. അവരുടെ അച്ഛൻ്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാളല്ല. 4 പെൺമക്കൾ ഉള്ളതുകൊണ്ടും ആ പെൺമക്കൾ വ്ളോഗ് ചെയ്ത് അറിയപ്പെട്ടൊരുമല്ല. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം. അവരൊരു കമൻറ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോട്ടെ എന്ന് ഓർത്ത് പ്രതികരിക്കാനും നിന്നില്ല. പക്ഷേ പിന്നീടൊരു കാര്യം എനിക്ക് മനസ്സിലായി. അവരത് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യമല്ല. അവർക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞ് വരലാകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് കണ്ടന്റ് ഇടാൻ ഒരു വിഷയം വേണം. ഞാൻ ഇന്നലെ തന്നെ നോറയെ വിളിച്ചിരുന്നു. കാരണം മാധ്യമങ്ങളിലടക്കം ഇതൊരു വാർത്തയായിട്ട് വന്നിരുന്നു. പ്രതികരിച്ച ആൾ വലിയ ആളാണ്. എനിക്കറിയാം ഇതോടെ നോറ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാകും. അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഞാനും ഭാര്യയും കൂടി നോറയെ വിളിച്ചു. നോറയുടെ ഞാൻ പറഞ്ഞു, മോനെ നീ എരലാണ് എനിക്കറിയാം. പിന്നെ പലരും കുറ്റപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ നീ പേടിക്കേണ്ട. എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കല്ലേ ഇഷ്യൂ ഉണ്ടാകേണ്ടത്. എനിക്ക് പ്രശ്നമില്ല. നീ ധൈര്യമായിട്ട് ഇരിക്കുമോ എന്ന് പറഞ്ഞു. നോറ എന്തുകൊണ്ട് എൻ്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നോറ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു. വേറൊന്നുമല്ല, നോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് പരിപാടി ഒന്ന് കളറാക്കണം, നോറയെ എടുത്ത് വെള്ളത്തിലിടണം, മുഖത്തേക്ക് കേക്ക് തേക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അത് ചെയ്യാൻ അനുവാദം തന്നപ്പോൾ നമുക്ക് ലൈസൻസായി. ഞാൻ നേരെ പോയി നോറയുടെ മുഖത്ത് കേക്ക് വാരി തേച്ചു. കേക്ക് ഭക്ഷണമാണ്, കളയാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഇതൊരു കളിയായി ചെയ്തതാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ബഹളം വെച്ച് പൂളിലേക്ക് ചാടി ഭയങ്കരമായി ആസ്വദിച്ചു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. നോറ കല്യാണത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്ന് പ്രതികാരം ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അവിടെ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കുന്നെങ്കിൽ എൻ്റെ പൂളിലെടുത്തിടും, അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് കേക്ക് തേക്കും. എനിക്കത് ഉറപ്പായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തീരുന്ന സമയത്താണ് അവൾ കേക്കുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. കേക്ക് എൻ്റെ ദേഹത്ത് കൊണ്ട് തേച്ചു. സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാനും ലിയുവും ഷോക്കായി പോയി. അത് സത്യമാണ്. അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ഷോക്കായി. നോറ ചെയ്തതിൻ്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ടറിയാം. നോറ കാണിച്ചത് മോശമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കളിതമാശ ആയിരുന്നു. അതായത് നോറയ്ക്കറിയാം, എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ അത് ആസ്വദിച്ച് ഞാൻ തിരിച്ച് നോറയുടെ ദേഹത്തും കേക്ക് കൊണ്ടുപോയിട്ട് അതേ സ്റ്റേജിൽ വെച്ച് തേച്ചു. ഞങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇതൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാണ് ദിയ കൃഷ്ണ ഒരു സ്റ്റോറിയുമായി വരുന്നത്. ഞങ്ങൾ ഒന്നും അറിയാതെയാണ് ദിയ ചെയ്തത്. ഞങ്ങളെ അറിയാൻ വഴിയില്ല. കാരണം ഞങ്ങൾ നെപ്പോ കിഡ്സ് അല്ല, ലോക പ്രശസ്തരല്ല. ഞങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് വീട്ടി വന്ന ആൾക്കാരല്ല. നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് വഴിവിട്ട് എന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ദിയ കൃഷ്ണൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് ആരെങ്കിലും കേക്ക് തേച്ചെന്ന് വെച്ചോ അടുത്ത ദിവസം വരെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. ദിയ എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ദിയ കൃഷ്ണ അവരെ കൊല്ലുമോ? കൊല്ലാൻ പറ്റുമോ? കൊന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അടുത്ത ദിവസം വാർത്ത ഇങ്ങനെയായിരിക്കും. കല്യാണ പെണ്ണ് കൊലപാതക കേസിൽ അറസ്റ്റിൽ, ശിഷ്ടകാലം ജയിലിൽ കിടക്കാം. അന്ന് പിന്നെ മറ്റേ കുഴി കുത്തിയിട്ട് കഞ്ഞി കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, അകത്ത് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ആരോടായാലും ഞാൻ മറുപടി പറയും. അതിൽ ഒരു മയവും ഉണ്ടാകില്ലെന്ന് സിജോ പറഞ്ഞു.